ഞാൻ എന്റെ മറുപടി പറഞ്ഞു. കർണാടക സർക്കാരോട് 20 കോടി കൊടുക്കാനുള്ള കമ്മിറ്റ്മെന്റും കാര്യങ്ങളും നടന്നു. ഞാൻ മറുപടി പറഞ്ഞല്ലോ. കർണാടക സർക്കാർ നിങ്ങള് ഒരു കാര്യം പറയില്ല. സിമ്പിൾ ചോദ്യം സിമ്പിളായി മറുപടി പറഞ്ഞു. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും 20 കോടി കർണാടക ഗവൺമെന്റിനെ കൊണ്ട് കമ്മിറ്റ് ചെയ്യിപ്പിച്ചു. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ അപ്പൊ നിങ്ങള് രണ്ടാളും അപ്പേ കർണാടക ഗവൺമെന്റിനോട് 20 കോടി രൂപ. അത് നിങ്ങളെ ചോദ്യം ചോദിച്ചു എന്റെ മറുപടി ഞാൻ പറയട്ടെന്ന്. അങ്ങനെയുണ്ടോ? ഞാൻ പറയട്ടെന്ന്. നിങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി പറയാൻ വേണ്ടിയാണോ ഞാൻ പഠിക്കുന്നത്? അല്ലല്ലോ. അല്ല, പിന്നെ നമ്മുടെ സിദ്ദിഖ് സാറിന് ദേഷ്യം വരാതിരിക്കും? ഇങ്ങനെ ഉത്തരം മുട്ടുന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ ഒരു മര്യാദയൊക്കെ വേണ്ടേ? ആങ്ങളും പെങ്ങളും കൂടെ അതും കർണാടക സർക്കാരിനോട് 20 കോടി രൂപ കേരളത്തിന് അങ്ങ് കൊടുക്കാൻ പറഞ്ഞു. ആ മുണ്ടക്കൈ ചൂരൽ മലയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഇത് കോൺഗ്രസ് ഗവൺമെന്റിന്റെ വകയാണെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ഇവർ രണ്ടുപേരും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ 20 കോടിയിലെ 10 കോടി രൂപയെ കൊടുത്തിട്ടുള്ളൂ എന്നൊരു വർത്തമാനം അങ്ങനെ ഉള്ളിൽ പറയുന്നുണ്ട് കേട്ടോ. ഇതിന്റെ സത്യാവസ്ഥ അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ആ കാര്യം ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ആകെ ഒരു വെപ്രാളത്തിലാണ് നമ്മുടെ സിദ്ദിഖ് സാർ എന്നുള്ള കാര്യം മനസ്സിലായി. അവർ ഈ ആദ്യമൊന്നും ഇങ്ങനെ വിചാരിച്ചില്ല. ഇത്ര വേഗം സർക്കാർ ഇങ്ങനൊരു വലിയ ഈ കെട്ടിട സമുച്ചയങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു ടൗൺഷിപ്പൊക്കെ ഉണ്ടാക്കി വലിയ കാര്യത്തിൽ ഇത് ഗവൺമെൻറ് ചെയ്തു തീർക്കുന്നൊന്നും ആദ്യം അവർ നിരീക്ഷിക്കേണ്ടായില്ല. അങ്ങനെയാണ് ഈ വലിയൊരു അബദ്ധമൊക്കെ പറഞ്ഞത്. ഞങ്ങൾ 300 വീട് കെട്ടും, അതിന് 100 കോൺഗ്രസിൻ്റെ 100 യൂത്ത് കോൺഗ്രസ്, അങ്ങനെ ഇങ്ങനെ ആന ചേന എന്നൊക്കെ പറഞ്ഞ് വലിയ വായിൽ തള്ളി എന്നല്ലാതെ കാര്യങ്ങളൊന്നും നടന്നില്ല. ഇപ്പം ഈ മാർച്ച് 1-ാം തീയതി ഗവൺമെൻറ് എന്തായാലും കുറേ പേർക്ക്, ഒരു 178 പേർക്ക് താക്കോൽ ദാനം നടത്താൻ പോവുകയാണ്. അതിനു മുമ്പ് ലീഗുകാരെന്തായാലും കൊടുക്കാൻ പോകുന്നുണ്ട്. അതൊരു പുകിൽ വേറൊരു സ്ഥലത്ത് നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഈ രാഷ്ട്രീയം വലിയൊരു വിഷയമാണ്. ലീഗുകാർ വെച്ച് കൊടുക്കണ വീടേ പറ്റുള്ളൂ. കോൺഗ്രസ്സുകാർക്കാണെങ്കിൽ കോൺഗ്രസ്സുകാർ വെച്ച് കൊടുക്കണ വീടേ പറ്റുള്ളൂ. എന്നാൽ ഇതൊന്നും അല്ലാത്ത പാവങ്ങളുണ്ട്. അവർ ഈ സർക്കാരിനെ വിശ്വസിച്ച് ഒരു ടൗൺഷിപ്പിൽ, കാരണം തങ്ങൾ ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചവരല്ലേ, ഞങ്ങൾക്ക് ഒരുമിച്ച് തന്നെ വേണം, അതെല്ലാ സൗകര്യങ്ങളും ഒരു ടൗൺഷിപ്പ് എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ അവിടെ എല്ലാ സൗകര്യങ്ങളും ഗവൺമെൻറ് ഏർപ്പെടുത്തി കൊടുക്കുന്ന പറയുന്നത്. ആസ്പത്രി ഉണ്ടാവും, കളിസ്ഥലം ഉണ്ടാവും, വായനശാല ഉണ്ടാവും, ചെറിയ കച്ചവട കേന്ദ്രങ്ങൾ ഉണ്ടാവും. അവരൊക്കെ ഒരുമിച്ച് ജീവിച്ച് ഒരു ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കുറേ വീടുകൾ ചേർന്ന ഒരു ഐക്യത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ വലിയ ഒരു സന്ദേശം നൽകലും കൂടെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ ലീഗ്, ഞാൻ കോൺഗ്രസ്, നിങ്ങൾ മാർക്സിസ്റ്റ് എന്നൊന്നും പറഞ്ഞ് ജീവിച്ചൊരു സമൂഹമായിരുന്നില്ല അവർ. അങ്ങനെ കാണാൻ സർക്കാർ ഇഷ്ടപ്പെട്ടതുമില്ല. അതുകൊണ്ടാണ് സർക്കാരിലേക്ക് എല്ലാവരും കൂടെ സഹായം കൊടുത്ത് അവരിങ്ങനെ വലിയൊരു വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കുറവുകളോ കമ്മികളോ ഒക്കെ ഉണ്ടെങ്കിൽ വിമർശിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ ഈ MLA ആദ്യകാലത്തൊക്കെ വളരെ നന്നായി ഇടപെട്ട MLA ആണെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. പക്ഷേ എന്തോ പുള്ളിക്കത് തീരെ ഇഷ്ടമായിട്ടില്ല. കാര്യങ്ങൾ ഈ കൈവിട്ടു പോയോ, ടൗൺഷിപ്പിൻ്റെ സകല ക്രെഡിറ്റും CPM-ഉം ഇടതുപക്ഷ ഗവൺമെൻറ്റും കൂടെ അടിച്ചെടുത്തുകൊണ്ട് പോയോ എന്ന് ഈ നമ്മുടെ സിദ്ദീഖിന് വലിയൊരു വെപ്രാളം ഉണ്ടായിട്ടുണ്ട്. അതാണ് പുള്ളിയുടെ ഈ പ്രകടനത്തിൽ ആകെ മൊത്തം കാണുന്നത്. ആ വെപ്രാളം കുറച്ചും കൂടെ ഒന്ന് കണ്ടാലേ നമുക്ക് പുള്ളി എത്രമാത്രം ഇതിലാകെ വെപ്രാളപ്പെടുന്നു എന്ന് നമുക്കൊന്ന് കാണാൻ കഴിയും. അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. അല്ല, ചോദ്യത്തിന് മറുപടി ഞാൻ പറഞ്ഞേ. നമ്മള് കർണാടക സർക്കാർ 100 വീടിന്റെ പണം 20 കോടി രൂപ എനിക്ക് കൈമാറി എന്നുള്ളതായിരിക്കും. അല്ല, താല്പര്യം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞത് 20 കോടി, അതിൽ 10 കോടി ഇപ്പോൾ കർണാടക ഗവൺമെന്റ് കൈമാറിയിട്ടുണ്ട്. 10 കോടി കൈമാറാനുണ്ട്. 20 കോടി പറയട്ടെ. നിങ്ങൾ കൈമാറിയതിനെ കുറിച്ചും കൈമാറാൻ ഇരിക്കുന്നതിനെ കുറിച്ചും പറയട്ടെ. സിദ്ദിഖിന്റെ ഈ പ്രകടനത്തിൽ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ഏതാണ്ട് പിടികിട്ടിയല്ലോ. ഈ കർണാടക സർക്കാർ കൊടുക്കാന്ന് പറഞ്ഞ 20 കോടിയിൽ 10 കോടിയല്ലേ കൊടുത്തിട്ടുള്ളൂ എന്നുള്ള ആ ചോദ്യമൊക്കെ ചോദിച്ചപ്പോഴേക്ക് ആകെ പുള്ളിക്കാരൻ അങ്ങനെ വല്ലാത്തൊരു വിമ്മിഷ്ടവും ദേഷ്യമൊക്കെ വന്ന ആ മുഖമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. എല്ലാം കൈവിട്ടു പോയി എന്ന് പുള്ളിക്ക് ഏതാണ്ട് ബോധ്യപ്പെട്ടു. ജനങ്ങളോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് MLA എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ സത്യസന്ധമായി പെരുമാറുക എന്നുള്ളതാണ്. സർക്കാർ ചെയ്യുന്ന ഒരു വലിയ പരിപാടിയുടെ കൂടെ ഒരു ദുരിതം അനുഭവിച്ച കമ്മ്യൂണിറ്റിയുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അതിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക എന്നല്ല. അദ്ദേഹം വീണ്ടും അവിടെ മത്സരിക്കുമ്പോൾ ജയിക്കാനുള്ള വ്യക്തിയാണ്, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു MLA ആണെന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല. അത് ജനങ്ങൾക്കും ബോധ്യമുള്ള കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, വെറും രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് കോൺഗ്രസ്, പിന്നെ ലീഗ്, ഇപ്പം ലീഗുകാർ നടത്തുന്ന ചില
പ്രചരണങ്ങളുണ്ട്. തങ്ങളുടെ വീടാണ് വലിയ കേമപ്പെട്ട വീട്, ഈ സർക്കാർ കൊടുക്കുന്ന വീടൊക്കെ വെറും തല്ലിപ്പൊളി വീടാണ് എന്നുള്ളൊരു പ്രചരണം അങ്ങേപ്പുറത്തെ ഭയമാണ്. എന്തുകൊണ്ടോ ഇവർ ഇടതുപക്ഷം ഇനി ഇതൊക്കെ ഓട്ടൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നുള്ളത് എന്തിനു ഭയപ്പെടണം? ഒരു ദുരന്തമുഖത്ത് നിന്നുകൊണ്ട് കേരളം ഒരുമിച്ച് നിൽക്കുമ്പോൾ അവിടെയെങ്കിലും ഒരു ഐക്യം പ്രകടിപ്പിക്കാൻ കഴിയണ്ടേ? എന്തായാലും കേന്ദ്ര ഗവൺമെൻറ് കാര്യമായിട്ടൊന്നും സഹായിച്ചിട്ടില്ല ആ സമൂഹത്തെ എന്ന് നമുക്കറിയും. അപ്പോൾ അവരുടെ മുമ്പിൽ നമ്മൾ ഈ കേരളീയർ മലയാളികൾ ഒത്തൊരുമിച്ച് നിൽക്കണ്ടേ? അവിടുത്തെ ആ ജനം നോക്കൂ, അതിൻ്റെ ആ താക്കോല് വാങ്ങുന്ന അല്ലെങ്കിൽ ആ നറുക്കെടുപ്പ് നടക്കുന്നത് വളരെ സുതാര്യമായിട്ട് നടക്കുകയാണ്. ഇന്ന വീട് ഇന്ന ആൾക്കെന്നൊന്നല്ല, അവനവൻ പോയി നറുക്കെടുക്കുകയാണ്. അപ്പോൾ അവരുടെ ആ മുഖത്തുണ്ടാകുന്ന ഭാവങ്ങൾ, അവർ പ്രകടിപ്പിക്കുന്ന ആ സന്തോഷങ്ങളൊക്കെ എൻ്റെ പൊന്നു സിദ്ദിഖേ, അതൊന്ന് കേട്ടിട്ടെങ്കിലും നിങ്ങൾ ഇത്തരം പ്രകടനങ്ങൾക്ക് ഇനി മേലാലെങ്കിലും മുതിരരുത് എന്ന് ലീഗുകാരോടും കോൺഗ്രസ്സുകാരോടും ഇനി ഇടതുപക്ഷ രാഷ്ട്രീയക്കാരോടും പറയാനുണ്ട്. അവരോടൊപ്പം ചേർന്ന് നിൽക്കുക. എല്ലാം നഷ്ടപ്പെട്ടവർ, സ്വന്തക്കാരെയും ബന്ധുക്കളെയും വീടും സ്ഥലവും എല്ലാം നഷ്ടപ്പെട്ട ആ മനുഷ്യരെ കേരളം നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മാഭിമാനമുണ്ട്. ലോകത്തിൻ്റെ മുമ്പിൽ തലയുയർത്തി നിൽക്കുന്നൊരു കാഴ്ചയുണ്ട്. ആ ടൗൺഷിപ്പ് അവിടെ വരുമ്പോൾ അതൊരു പ്രതീകമാണ് എന്നുള്ളതാണ് ഏറ്റവും സത്യസന്ധമായ കാര്യം. ഈ അഭിപ്രായത്തോടെ നമ്മുടെ പ്രേക്ഷകർ എങ്ങനെ യോജിക്കുന്നുവെന്നോ വിയോജിക്കുന്നുവെന്നോ കമൻ്റായിട്ടിടുക. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു. 1G76 ഒന്നാമത്തെ സോണിൽ ജി എന്ന ക്ലസ്റ്ററിൽ. താങ്ക് യു. ഇവിടെ ഈ കൗണ്ടറിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കുക. ഈ വഴി രജിസ്ട്രേഷൻ കൗണ്ടറിലും പട്ടയ കൗണ്ടറിലും പോകണം. അവന്തികയ്ക്ക് ലഭിച്ചിരിക്കുന്നത് വീടായാലും സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് വലിയ സന്തോഷം തന്നെ. വീട് കിട്ടാൻ പോകണ മനെ സന്തോഷം. മോൻ്റെ അവിടെ ഇരുന്നു, ചെറിയ മോന് കൽപ്പറ്റുണ്ടായി അവിടെ കുട്ടികൾക്ക് അൽഹംദുലില്ല പഠിച്ചോ തരുന്നത് വാങ്ങാൻ നല്ലത്. ഒരു മനസ്സിന് ഒരു സമാധാനക്കേട് ഉണ്ടായിരുന്നു. എന്താണെന്നാൽ ഞങ്ങൾക്ക് 3 കുടുംബത്തിന് ഒരുത്തോട് കിട്ടിയാൽ എനിക്ക് സുഖമില്ലാത്തതാണ്. എൻ്റെ പേരക്കുട്ടി മുണ്ടാൻ വയ്യാത്തൊരു കുട്ടിയാണ്. അപ്പോൾ ഒരുത്തൂട്ടിൽ 3 കുട്ടികൾക്കും കിട്ടുകയാണെങ്കിൽ ആ കുട്ടിനെ നോക്കാം, ഞങ്ങൾക്ക് 3 ആൾക്ക് ഒരുമിച്ച് നിൽക്കും ചെയ്യാം എന്നുള്ളൊരു വീടെത്തി. 178 കുടുംബങ്ങളെ വീണ്ടും കാണാം. എല്ലാം പരിചയമുള്ള ആൾക്കാരാണ്. അവരെ മുഖം കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എങ്കിലും മനസ്സിൽ നീറുന്ന കുറേ ഓർമ്മകളും സങ്കടവും ഉണ്ട്. അപ്പോൾ സന്തോഷമായി. ഇപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടപ്പോൾ സന്തോഷം. പിന്നെ എന്ത് പറയുന്നത്, ഇപ്പോൾ നമുക്ക് 25-ാം തീയതി താക്കോല് തരുന്നവരന് വളരെയധികം സന്തോഷമുണ്ട്. ചൂരൽമല ടൗണിൽ തന്നെയാണ്. കുഴപ്പമില്ല, വേഗം ആവുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ടായല്ലോ, ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പം കണ്ട കാഴ്ചകളില്ലേ സിദ്ദിഖെ? എല്ലാം നഷ്ടപ്പെട്ടവർക്ക് അന്തി ഉറങ്ങാൻ, തലചായ്ക്കാൻ ഒരു ഇടം കിട്ടിയതിൻ്റെ ഒരു സന്തോഷം ആ മുഖങ്ങളിൽ കാണുന്നില്ലേ? അവരുടെ കണ്ണുനീരാണ് കാണുന്നത്, സന്തോഷത്തിൻ്റെ കണ്ണുനീരാണ് കാണുന്നത്. ഈ കാഴ്ചകൾ കണ്ടെങ്കിലും എൻ്റെ സിദ്ദിഖെ, നിങ്ങൾ ഇനിയൊരു രാഷ്ട്രീയ മുതലെടുപ്പിൽ നിൽക്കരുത് എന്നൊരു വിനീതമായ അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ.